അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാക്കളോട്, പിതാക്കളോട്, അനുജന്മാരോട്, ജ്യേഷ്ഠന്മാരോട്, സഹോദരങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ പിന്നെ ഒരു വിഭാഗം ജനങ്ങൾ വരാനുണ്ട്. എങ്ങനെയുള്ള ആളുകളാണവർ? യുഹിബ്ബൂനൽ ഖംസ വയൻസൗന ഖംസ, അഞ്ച് കാര്യങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയും അഞ്ച് കാര്യങ്ങളെ വല്ലാതെ മറന്നു പോവുകയും ചെയ്യുന്ന ജനങ്ങളാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്. അതേ പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച മുഴുവൻ സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കാൻ അവന് വല്ലാത്ത ആഗ്രഹമാണ്. എന്നാൽ വയൻസൗനൽ മമാത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ ഖൽബിൽ നിന്നെടുത്തുപോയി. വീണ്ടും നബി തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് മുഴുവനും അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ കോടീശ്വരനാകാനുള്ള തന്ത്രപ്പാടിലാണ്, അവൻ കോടിപതിയാകാനുള്ള തന്ത്രപ്പാടിലാണ്. എന്നാൽ അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും നാളെ റബ്ബിന്റെ മുന്നിൽ എങ്ങനെയാണ് സമ്പാദിച്ചത്, ഏത് രീതിയിലാണത് മുഴുവനും ചെലവാക്കിയതെന്ന് റബ്ബിന്റെ മുന്നിൽ ഹിസാബെടുക്കുമെന്ന കണക്കെടുപ്പ് നടത്തേണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ചിന്ത അവന്റെ ഖൽബിൽ നിന്ന് മറഞ്ഞുപോയി. വീണ്ടും നബി തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. അതേ അമ്പരചുംബികളായ മണിമാളികകൾ, വലിയ വലിയ ഫ്ലാറ്റുകളും സൗധങ്ങളും കൊട്ടാരങ്ങളും ദുനിയാവിൽ പടുത്തുയർത്താൻ അവൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി അവൻ പണിപ്പെടുകയാണ്. എന്നാൽ ഈ സൗധങ്ങളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും വിട്ടെറിഞ്ഞിട്ട് നാളെ ഈ പള്ളിക്കാട്ടിലേക്ക് വന്ന് കിടക്കേണ്ടവനാണെന്ന, വെറും 6 അടി മണ്ണിന്റെ അവകാശി മാത്രമാണ് ഞാനെന്ന ചിന്ത അവന്റെ ഖൽബിൽ നിന്ന് മറഞ്ഞുപോയി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും നബി തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനദ് ദുനിയാ വയൻസൗനൽ ആഖിറ. ഈ ദുനിയാവിന്റെ എല്ലാ മേച്ചിൽ പുറങ്ങളിലൂടെയും സഞ്ചരിച്ച് ദുനിയാവിനെ വല്ലാതെ പ്രിയം വെച്ച് ദുനിയാവിന്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് വയൻസൗനൽ ആഖിറ, ആഖിറമാകുന്ന അനശ്വരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, നശ്വരമായ ദുനിയാവിൽ നിന്ന് അനശ്വരമായ ആഖിറത്തിലേക്ക് ഞാൻ പോകേണ്ടവനാണെന്ന ചിന്ത അവന്റെ ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അവസാനം നബി തങ്ങൾ പറയുന്നു, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. അതേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, തൊലിവെളുപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ നോക്കി ചിരിക്കുമ്പോ ആ പെണ്ണിന്റെ പിന്നാലെ സഞ്ചരിച്ച്, അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന ആ പെണ്ണിന്റെ പിന്നാലെ സഞ്ചരിച്ച്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ കോളേജ് കുമാരികളെ സഞ്ചരിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച്, അല്ലെങ്കിൽ
അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് പ്ലെയർമാരുടെ പിന്നാലെ സഞ്ചരിച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം ആർട്ടിസ്റ്റിന്റെ പിന്നാലെ അവരുടെ ഫാൻസ് അസോസിയേഷനുകൾ രൂപീകരിച്ചിട്ട് അവരുടെ പിന്നാലെ സഞ്ചരിച്ചു പോയിട്ട് കേവലം ദേവസ്കണമായിരുന്ന ഒരു ബീജത്തുള്ളിയായിരുന്ന നിനക്ക് കൈകാലുകൾ നൽകിയ, കാലുകൾ നൽകിയ, കൈകൾ നൽകിയ, കണ്ണുകൾ നൽകിയ, നിനക്ക് ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഖാലിഖായ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ ആഖിറു സമാനിൽ വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ